ദിവസവും രാവിലെ കുടിക്കുന്ന ടീ നമുക്ക് എങ്ങനെ ഷുഗറിൻ്റെ മരുന്നായിട്ട് എടുക്കാം? സ്വാദിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ഹെർബൽ ടീസ് കുടിക്കുന്നത് നമ്മുടെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നതാണ്. ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ, പ്രാണനൈചിക്യ ഹോസ്പിറ്റൽ, കൊല്ലം. നമ്മളെല്ലാവരും രാവിലെ തന്നെ ചായ കുടിക്കുന്നവരാണ്. കോഫി, ചായ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ എന്ന ഫോമിൽ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഹെർബൽ ടീസ് നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്നത് പ്രത്യേകിച്ച് ഷുഗർ കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മളിതിൽ ആദ്യം പറയുന്നത് ഗ്രീൻ ടീനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രീൻ ടീയിൽ ഹൈ ഫ്ലേവനോയ്ഡ് കണ്ടൻറ്റ് ഉണ്ടെന്നത്. ഈ ഹൈ ഫ്ലേവനോയ്ഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിഡേറ്റീവ് ഡാമേജിനെയും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെയും കുറയ്ക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഈ ഗ്രീൻ ടീയിലുള്ള EGCG എന്ന് പറയുന്ന കണ്ടൻ്റാണ് ഇതിനുള്ള പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇതൊരു ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഇത് സഹായകമാകുന്ന ഒന്നാണ്. ഗ്രീൻ ടീ റെഗുലറായിട്ട് ലോ കോൺസെൻട്രേഷനിൽ എടുക്കുന്നത് FBG അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നു. മാത്രമല്ല ഇത് അധികമായിട്ട് എടുക്കുന്നത് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, പ്രത്യേകിച്ച് പാൻക്രിയാസിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നു. സോ കുറഞ്ഞ അളവിൽ ലോ കോൺസെൻട്രേഷനിൽ ലോങ് ഡ്യൂറേഷനിൽ എടുക്കുന്നത് ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായകമാക്കുന്നു. ഗ്രീൻ ടീയിൽ അധികമായിട്ടും കാറ്റച്ചീൻ അതുപോലെ തന്നെ കഫെയിൻ കാണപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് ആൻറ്റി ഹൈപ്പർ ഗ്ലൈസിമിക് എഫക്റ്റ് ഉണ്ട്. സോ ഇത് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായകമാകുന്ന ഒന്നാണ്. കൂടാതെ ഗ്രീൻ ടീയിലുള്ള കഫെയിൻ കണ്ടൻറ്റ് ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നു. ഇത് നമ്മുടെ എനർജി ലെവൽസിന്, അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എനർജി എക്സ്പെൻഡിച്ചറിനെ കൂട്ടിക്കൊണ്ടാണ് ഈ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ ഇത് കുറയ്ക്കുന്നത്. നമ്മുടെ ബോഡി കൂടുതൽ എനർജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഫെയിൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ കൂടുതൽ എനർജി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം നടക്കുകയും ഇത് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഒബ്സർവേഷണൽ സ്റ്റഡീസ് പറയുന്നത് റെഗുലറായിട്ട് ഗ്രീൻ ടീ ലോ കോൺസെൻട്രേഷനിൽ എടുക്കുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നു. കൂടാതെ ഡയബറ്റീസ് മെൽറ്റസിൻ്റെ റിസ്കിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. സോ റെഗുലറായിട്ട് ഗ്രീൻ ടീ ലോ കോൺസെൻട്രേഷൻ എടുക്കുന്നത് വളരെ നല്ലതാണ്. ഗ്രീൻ ടീയിലുള്ള EGCG അല്ലെങ്കിൽ എപ്പിഗാലക്ടോ കാറ്റച്ചീൻ ഗാലേറ്റ് എന്ന് പറയുന്ന ഫ്ലവനോയിഡ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ ഫങ്ഷൻസിനെ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഇത് ഗ്ലൂക്കോനിയോജെൻസിൻ്റെ ഫങ്ഷൻസിനെ കുറയ്ക്കുന്നു. ഈ ഗ്ലൂക്കോനിയോജെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലൂക്കോസ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ലാതെ നമ്മുടെ ലാക്റ്റിക് ആസിഡും അതുപോലെ തന്നെ ഗ്ലിസറോൾ എന്നൊക്കെ വരുന്ന ആ ഒരു പ്രൊഡക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കുന്നു. കൂടാതെ ഇത് ഈ ഫാറ്റ് മെറ്റബോളിസത്തിനെ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഫാറ്റ് മെറ്റബോളിസം കൂടുകയാണെങ്കിൽ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നു. സോ ഇങ്ങനെയാണ് ഈ EGCG നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുകയും ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ റിസ്ക് കുറയ്ക്കുകയും ചെയ്യുന്നത്. നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് സിന്നമൺ ടീ ആണ്. ദിവസവും സിന്നമൺ ടീ എടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ദിവസം സിന്നമൺ ടീന് പകരം നമുക്ക് ഒരു സ്പൂൺ സിന്നമൺ പൗഡർ നമ്മുടെ ഭക്ഷണത്തിൽ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താവുന്നതാണ്. ഈ സിന്നമൺ ടീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിന്നമണിലുള്ള സിന്നമാൽഡിഹൈഡും അതുപോലെ തന്നെ പോളിഫിനോൾസും ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റിനെ കൂട്ടുന്നു. അതായത് നമ്മുടെ സെൽസിന് ഇൻസുലിന് ആഗിരണം ചെയ്യേണ്ട കപ്പാസിറ്റി കൂട്ടുന്നു. ഇതിലൂടെ ഇത് ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നു. കൂടാതെ നീം വാട്ടർ അല്ലെങ്കിൽ നീം ടീ എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലുള്ള നിമിഡിൻ അതുപോലെ തന്നെ കോർസിറ്റിൻ എന്ന് പറയുന്ന കണ്ടൻസ് നമ്മുടെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുകയും ലിവറിൽ ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ഇത് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുകയും നമ്മുടെ ബ്ലഡ് ഷുഗർ അളവ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുന്നു. സോ ദിവസവും നമുക്ക് ഒരു കൈയോളം നീം ലീവ്സ് എടുക്കുക. ഇത് 100 ml വാട്ടറിൽ തിളപ്പിക്കുക. എന്നിട്ട് നമുക്കൊരു ഡിക്കോഷനായിട്ട് റെഗുലറായിട്ട് എടുക്കാവുന്നതാണ്. പ്രമേഹ രോഗികൾ ആലോവേര ജെൽ എടുക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് ജെല്ലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ലെമണും കൂടെ ആഡ് ചെയ്ത് ജ്യൂസായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിലുള്ള ഫൈറ്റോ ഈസ്ട്രോളും അതുപോലെ തന്നെ പോളിസാക്രൈഡ്സും ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുകയും ലിവറിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന പ്രൊഡക്ഷനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ഇത് ബ്ലഡ് ഷുഗർ ലെവൽ മാനേജ് ചെയ്യുകയും ഷുഗർ സ്പൈക്സ് കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തത് നമുക്ക് ജിഞ്ചർ ടീ നോക്കാം. റെഗുലറായിട്ട് ഇഞ്ചി ചായ എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലുള്ള ജിഞ്ചറോൾ, സിഞ്ചറോൺ, പാരഡോൾ പോലുള്ള കണ്ടൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ തന്നെ ഇത് ഷുഗറിൻ്റെ സ്പൈക്സ് കുറയ്ക്കുകയും ചെയ്യുന്നു. നമുക്ക് 1600 മില്ലിഗ്രാം മുതൽ 3000 മില്ലിഗ്രാം വരെയുള്ള ജിഞ്ചർ പൗഡർ റെഗുലറായിട്ട് 8 to 12 വീക്സ് എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കുന്നു.
സോ ഇത് നമുക്ക് റെഗുലറായിട്ട് ഈ ഡയബറ്റിക് പേഷ്യൻസിന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇഞ്ചി അല്ലെങ്കിൽ ജിഞ്ചറിന് നമ്മുടെ ഇൻസുലിൻ്റെ ഹിമോസ്റ്റാസിസ് മെക്കാനിസം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട കഴിവുണ്ട്. ഇഞ്ചിയിലുള്ള മെയിൻ കണ്ടൻ്റാണ് ജിഞ്ചറോൾ എന്നത്. ഇത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ റെഗുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻസുലിൻ്റെ സെക്രഷൻസ് കൂട്ടുന്നു, പിന്നെ കൂടാതെ ലിപ്പിഡിൻ്റെ മെറ്റബോൾസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. മാത്രമല്ല ഇത് പെരിഫറൽ ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷൻ കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. സോ ഇത് ബ്ലഡ് ഷുഗറിൻ്റെ സ്പൈക്സ് കുറയ്ക്കുകയും ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുകയും ചെയ്യുന്നു. കൂടാതെ ഭക്ഷണത്തിൽ പരിപ്പ് വർഗ്ഗങ്ങൾ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ചിക്പി നല്ലതാണ്, പച്ചപ്പയർ നല്ലതാണ്, പരിപ്പ് വർഗ്ഗങ്ങൾ നല്ലതാണ്. ഇവ നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്നത് ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുകയും 20% വരെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നതായിട്ടും റിസർച്ച് പറയുന്നുണ്ട്. സോ നമുക്ക് ഭക്ഷണത്തിൽ പരിപ്പ് വർഗ്ഗങ്ങൾ ആഡ് ചെയ്യാം. കാരണം ഇതിൽ 100 ഗ്രാംസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ 20 ഗ്രാംസ് വരെ ഫൈബറും അതുപോലെ തന്നെ 30 to 50 ഗ്രാംസ് വരെ പ്രോട്ടീനും ഉണ്ട്. സോ ഇതിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് വളരെ കുറവാണ്. സോ നമുക്ക് ലോ ഗ്ലൈസമിക് ഇൻഡെക്സും ഉള്ളത് കൊണ്ട് ഇവ റെഗുലറായിട്ട് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് അവരുടെ ബ്ലഡ് ഷുഗർ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. സോ റെഗുലറായിട്ട് പാൽ, ചായയോ അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളോ എടുക്കുന്നതിന് പകരം ഇതുപോലത്തുള്ള ഹെർബൽ ടീസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. പാലെടുക്കുന്നത് കേസിൻ പോലുള്ള പ്രോട്ടീൻസ് നമ്മുടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ ഹെർബൽ ടീസ് എടുത്തുകൊണ്ട് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുന്നതാണ് നല്ലത്. സോ റെഗുലറായിട്ട് ഈ ടീസ് എടുക്കുന്നത് ഷുഗറിൻ്റെ സ്പൈക്സ് കുറയ്ക്കുകയും ലോ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുള്ളും ആക്കുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.